ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇർട്ടിക വണ്ടിയാണ്. പക്ഷേ ഇതിൽ കുറേ വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കുറേ ക്രോമുകളെയും ഒട്ടിച്ചിട്ടുണ്ട്, സൈഡ് ബീഡിങ് ഒട്ടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിക്കിമ തന്നെ 3 ക്രോമും ഡിക്കിയും ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ ആ മുകളിലത്തെ ക്രോം ഈ വണ്ടിക്ക് വരണതല്ല, അതാരോ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും അതിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആകെ കൂടി 4 വർക്കാണ് ഇതിൽ ചെയ്യുന്നത്. ഒന്ന് ഇതേ ഫ്രണ്ടിൽ സ്കർട്ടിങ് പിടിപ്പിക്കുന്നു, 3 പീസിൻ്റെ ഒരു സ്കർട്ടിങ്. ഇതെല്ലാ വണ്ടിക്കും യൂണിവേഴ്സലാണ്, എല്ലാ വണ്ടിക്കും വരുന്നതാണ്. ആ റെഡ് കളറും വരുന്ന ഒരു പീസുണ്ട്, പക്ഷെ അത് നമുക്കിനി സൂട്ടാവില്ല. നമ്മൾ ബ്ലാക്കിൽ 3 ബ്ലാക്ക് പീസുള്ളതാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഉള്ളിൽ വിൻഡോ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആംറസ്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ, ആംറസ്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് എന്ന് പറയുന്നത് ഞാൻ കൈവച്ച ഭാഗത്തൊക്കെയാണ് വരുന്നത്. ഡാഷ് ബോർഡുമ്പോൾ 2 പീസ് വരും. അതേപോലെ ഡോറിൽ ഫ്രണ്ടിലെ ഡോറിൽ 2 പീസ്, ബാക്കിലെ ഡോറിൽ ഓരോ പീസ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ആംറസ്റ്റ് നമ്മൾ ഒരു ഫിറ്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നു, പക്ഷേ ലാസ്റ്റ് നിമിഷം അത് മാറി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ്ങിൻ്റെ പോർട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ബാക്കിൽ ഡിഫ്യൂസർ. ഇത് കൂടാണ്ട് ഈ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു പീസ് ഉണ്ട്, അവിടെ ഒരു ക്രോം നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ബാക്കി ക്രോമുകളൊക്കെ ഇതും ഉണ്ടായിരുന്നതാണ്. ഈ വണ്ടി വന്നിരിക്കുന്നത് ആലുവയെന്നാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അവർ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒട്ടിച്ച് ശരിക്കും ആ നമ്പർ പ്ലേറ്റിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നില്ല, ഗ്ലാസിൻ്റെ താഴെ വരുന്ന ക്രോം ഇതിന് വരുന്ന ക്രോമല്ല. അത് ഈ മോഡൽ വണ്ടിക്ക് 2018-19 വണ്ടിയാണ്. 22-ന് ശേഷം വരുന്ന വണ്ടിക്ക് ആ ക്രോമോടെ ശരിക്കും ഒട്ടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. പക്ഷെ ഇതിൽ അവർ നേരത്തെ ആരും ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല സ്റ്റൈലായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഡിഫ്യൂസർ എന്ന് പറയുന്നത്. ബ്ലാക്ക്, നല്ല ഗ്ലോസി ബ്ലാക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിൽവർ ക്രോം, മറ്റേ ഏറ്റടിയിൽ 2 ഡിഫ്യൂസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ആ ബ്ലാക്ക് പീസ് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 3 വർക്ക് അല്ലെങ്കിൽ 4 വർക്ക് നമ്മളിൽ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഈ ഒരു പീസ്, 4 വർക്ക്. ഒന്ന് ഫ്രണ്ടിലെ ഈ 3 പീസ്, ആ റെഡ് കളറിൽ നമുക്കിതിൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ ഈ ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് അത് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ബാക്കി ക്രോമുകൾ ഇപ്പോൾ ഈ ഫോഗ് ലാമ്പ് ക്രോമൊക്കെയിലുള്ളതാണ് കേട്ടോ, നമ്മൾ ചെയ്തിട്ടുള്ളതല്ല. അതുപോലെ വിൻഡോ ഗാർണിഷ്, ലോവർ, ഇതൊക്കെ ഇതിൽ ചെയ്തിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള ഇത്രയും വർക്കുള്ളൂ. പിന്നെ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ശരിക്കും നല്ല ഷോ വരുന്ന ഐറ്റമാണ് കേട്ടോ. ശരിക്കും നല്ല ഷോ തന്നെയാണ് വണ്ടിക്ക്, ഒരു പ്രീമിയം ലുക്ക് വരും ഇത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ. ഉണ്ട്. അതുപോലെ തന്നെ ആ ഹാൻഡിൽ, നമ്മുടെ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗമുണ്ട്, അവിടേക്ക് നമ്മൾ കൈവയ്ക്കുന്നിടത്തൊക്കെയും പെട്ടെന്ന് അഴുക്ക് വരും, അതൊന്നും ഉണ്ടാവില്ല. ഇതാണ് ബ്ലാക്ക് പീസാണ്, അത് വന്നാൽ തന്നെ അറിയില്ല. അതേപോലെ തന്നെ ബാക്കിൽ ഡിഫ്യൂസറും നമ്മൾ ചെയ്തപ്പോൾ ഫ്രണ്ടിലെ സ്കർട്ടിങ്, അതേപോലെ തന്നെ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ്, ബാക്കിൽ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഫ്യൂസർ. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഇപ്പോൾ തൊട്ട് മുകളിൽ വരുന്ന ക്രോം, ആ ക്രോം ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചാണ് കേട്ടോ. ബാക്കി എല്ലാ ക്രോമിലും ഉണ്ടായിരുന്നാണ്. ഇത്രയും വർക്കുകൾ നമ്മളിൽ ചെയ്തിട്ടുള്ളൂ. ഇതിനു വേണ്ടി വണ്ടി വന്നിട്ടുള്ളത് ആലുവയെന്നാണ്. അപ്പോൾ അവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണിച്ചാൽ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഓക്കെ, ഇതേപോലെ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.